അങ്ങനെ നമ്മുടെ ഗീതുവിനെ സഹായിക്കാനായിട്ട് നമ്മുടെ രേഖ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. രേഖ നേരെ ചെന്നിട്ട് നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് പുള്ളിക്കാരൻ യോഗയൊക്കെ കഴിഞ്ഞ ആ ഒരു സമയത്താണ് ചെന്നിട്ട് പറയുന്നത്, ഗോവിന്ദേട്ടാ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. എന്താ രേഖ, എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു കഥ രൂപത്തിൽ ഞാൻ ഗോവിന്ദേട്ടനോട് പറയാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേഖ ഗീതുവിൻ്റെ മനസ്സ് ഗോവിന്ദിന് മുന്നിലേക്ക് ഇങ്ങനെ തുറന്നു വെക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് അത് കേട്ടിട്ട് എന്താണ് പറയുന്നത് എന്നറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരോടുമായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ രേഖ ചായയും കൊണ്ട് വരികയാണ്, ഗോവിന്ദിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദ് യോഗയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ചായ കൊടുക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് നല്ല ചായ രേഖ, കൊള്ളാം ചായ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേഖ പറയാണ്, ഗോവിന്ദേട്ടാ എനിക്ക് ചേട്ടനോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്താ, എന്തിനാ ഒരു മുഖവുര? നിനക്ക് എന്ത് വേണേലും എന്നോട് പറയാമല്ലോ മോളെ. എന്താന്ന് വെച്ചാൽ പറയേ. അത് ഗോവിന്ദേട്ടാ, എനിക്ക് ഗോവിന്ദേട്ടനോട് പറയാനുള്ള കാര്യം ഞാനൊരു കഥ പോലെ പറയാം എന്നിങ്ങനെ പറയുകയാണ്. പറയാനും പറയുകയാണ്. അപ്പോൾ രേഖ പറയുകയാണ്, അത് ഗോവിന്ദേട്ടാ, രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ വളർന്ന രണ്ട് പേര് അവർ യാദൃശ്ചികമായിട്ട് വിവാഹിതരാവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് മനസ്സിൽ തോന്നിയ പ്രണയം നായകനോട് പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് നായകൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാനും പറ്റുന്നില്ല. അങ്ങനെ അവൾ ആകെ ഒരു ടെൻഷനിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗോവിന്ദേട്ടൻ എന്താ ഈ ഒരു കഥയിൽ പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദന് മനസ്സിലാവുകയാണ് രേഖ വളഞ്ഞ് തന്നെയാണ് മൂക്കി പിടിച്ച് വരുന്നതെന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, എന്തായിരിക്കും പറയേണ്ടത്? ഗോവിന്ദേട്ടൻ എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ പറ. ഈ നായികയെക്കുറിച്ച് നായകൻ്റെ അഭിപ്രായം എന്തായിരിക്കും? നായികയുടെ മനസ്സിലുള്ള പ്രണയം നായകൻ അംഗീകരിക്കുമോ ഇല്ലയോ? എന്താണ് ഗോവിന്ദേട്ടന് തോന്നുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് രേഖ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ്, എന്തായാലും നായികയെ നായകൻ എന്തായാലും റിജക്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിങ്ങനെ പറയണ. അതെന്താ ഗോവിന്ദേട്ടൻ അങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണ, എന്തായാലും നായികയെ നായകൻ ഒരിക്കലും നെഗറ്റീവ് അടിക്കില്ല. നായികയെ നായകൻ എന്തായാലും വേണ്ടാന്ന് വെക്കാൻ തക്ക കാര്യങ്ങളൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം ഗോവിന്ദൻ മനസ്സിലായി ഗീതുവിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. കാരണം ഇടയ്ക്കൊക്കെ നമ്മുടെ രേഖ ഇങ്ങനെ ഗോവിന്ദനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. മറഞ്ഞു മാറി ഗീത നിപ്പുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, എന്തായാലും നായികയെ നായകൻ സ്വീകരിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നായിക നല്ലൊരു കുട്ടിയല്ലേ, അവൾ നല്ല സ്വഭാവമുള്ള കുട്ടിയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുന്ന ഗീതു ഉണ്ടല്ലോ, ഗീതു ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ് നമ്മുടെ ഗീതുവിന്. ഗീതു ആകെ സന്തോഷത്തിൽ മതിമറന്ന് ഇങ്ങനെ ഒറ്റൊരു ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. ഓടി കാറി തുള്ളി ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ച് തനിയെ ഇങ്ങനെ കറങ്ങി വട്ടം കറങ്ങി ഒക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് കാണുന്ന നമ്മുടെ രാധികാമ്മ കാണുകയാണ്. അപ്പോൾ രാധികാമ്മ നോക്കുവാണ്. രണ്ടുപേരെയും മുറികൾ തമ്മിലിങ്ങനെ അടുത്തടുത്താണല്ലോ. അപ്പോൾ രാധികാമ്മ ഇങ്ങനെ നോക്കിയിട്ട് വിചാരിക്കണേ, ഇവളെന്തായി കാണിക്കുന്നത്, ഇവളെന്തിനാ ഇങ്ങനെ ചാടിത്തുള്ളി കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ വിചാരിച്ച് പുള്ളിക്കാരത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് അപ്പോൾ രേഖയും നമ്മുടെ ഗീതുവിൻ്റെ പിന്നാലെ വെച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങനെ രേഖയും ഗീതുവും കൂടെ ഗീതു മുന്നിൽ കൂടെ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാറിത്തുള്ളി വട്ടം കറങ്ങിയൊക്കെ ഓടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രേഖ പിന്നാലെ ഓടുകയാണ്. അപ്പോൾ ഇത് കാണുന്ന രാധികാമ്മ വിചാരിക്കണേ, ഇവളുമാർക്ക് ഇത് എന്താ പറ്റിയത്? ഇതിനു വേണ്ടി സന്തോഷിക്കാനുള്ള കാര്യം എന്താ? ഗീത ഗർഭിണിയല്ലേ, അതിൻ്റെ സന്തോഷമായിരിക്കും. എന്നാൽ പിന്നെ രേഖ എന്തിനാ ഇത്രയധികം സന്തോഷിക്കുന്നത്? ഇനി ഇവളുമാർ രണ്ടുപേരും ഗർഭിണികളാണോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ രാധികമ്മ. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഇവളുമാർ ഇങ്ങനെയൊക്കെ വട്ടം കറങ്ങി ഓടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതങ്ങ് ഇല്ലാതായിക്കോളും. ഞാൻ അതിന് വേണ്ടിയിട്ട് പണിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ ആമക്കളെ രണ്ടുപേരും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവന്മാർ ഇത്രയും മോശപ്പെട്ട മനസ്സിനുടമകളായിരുന്നോ? എൻ്റെ കൂടെ എന്തൊക്കെയാണ് ഇവന്മാർ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ രാധികാമ്മ ചിന്തിച്ച് കൂട്ടുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീതു മുന്നാലെ സ്റ്റെപ്പിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ എടുത്ത് ചാടി ഓടുകയാണ് നമ്മുടെ ഗീതു. കാലങ്കാലം സ്ലിപ്പായ അതേ താഴെ കിടക്കും. അങ്ങനെ ഓടുകയാണ് നമ്മുടെ ഗീതു. അതേ സമയത്തുണ്ടല്ലോ
നമ്മുടെ രേഖ പിന്നാലെയുണ്ട്. ഗീതു ഓടി അങ്ങ് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കാഞ്ചന ഇങ്ങനെ മുകളിലോട്ട് കയറി വരികയാണ്. അപ്പോൾ കാഞ്ചന വിചാരിക്കണേ, ഇതെന്താ ഇവിടെ നടക്കുന്നത്, എന്തിനാ ഗീതു പാപ്പ ചിരിച്ചോണ്ട് ഓടി. പിന്നാലെ ഇതേ രേഖാമയും വരുന്നു. ഇതെന്താ കാര്യം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കാഞ്ചന. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേഖ വന്നിട്ട് നമ്മുടെ കാഞ്ചനയെ ഇങ്ങനെ തട്ടി അങ്ങ് ഇടുകയാണ്. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ കാഞ്ചന തറയിലേക്ക് വീഴുകയാണ്. അപ്പോൾ കാഞ്ചന ചോദിക്കുകയാണ്, എന്തിനാ രേഖമ്മ എന്നെ തട്ടി താഴെ ഇട്ടത് എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ രേഖയുടെ കയ്യിൽ മിസ്റ്റേക്കാണ്. പക്ഷേ രേഖ അത് പുറമേ കാണിക്കുന്നില്ല. രേഖ പറയണേ, എടി കാഞ്ചനെ, നിനക്കെന്താ നോക്കി നടന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതുകൊള്ളാം, രേഖമ്മയല്ലേ എന്നെ തട്ടിയിട്ടത്, ഞാൻ തട്ടിയിട്ടെന്നോ, നിനക്ക് കണ്ണ് കാണാൻ മേലാതെ നീ ഇങ്ങനെ വാലാക്കൊല ഓടി വന്നിട്ടല്ലേ ഞാനും കൂടി മറിഞ്ഞു വീണേനല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് കൊടുത്തിട്ട് നമ്മുടെ രേഖ അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കാഞ്ചന മനസ്സിൽ വിചാരിക്കുകയാണ്, വെറുതെ പോയി എന്നെ തട്ടി താഴെ ഇട്ടത് രേഖാമ്മയാണ്, എന്നിട്ടിപ്പോൾ പഴി മുഴുവനും എനിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ അതേ സമയത്ത് നമ്മുടെ രാധികാമ്മതേ ഇങ്ങനെ മുകളിൽ നിന്നും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ദേഷ്യപ്പെട്ടത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ കാഞ്ചന വിചാരിക്കുകയാണ്, ഈ രാധിക മാമി എന്തിനാ ഇങ്ങനെ മേലിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, ഇതിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധിക താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ കാഞ്ചന രാധികാമ്മയോട് ചോദിക്കണം, രാധിക മാമി കണ്ടോ, രേഖ അമ്മ എന്നെ തട്ടി താഴെയിട്ടു, എൻ്റെ കൈയും കാലും ഒക്കെ നന്നായിട്ട് വേദനിച്ചു, പൊട്ടിപ്പോരുന്നെങ്കിൽ എന്ത് ചെയ്താനേ, വഴക്ക് മുഴുവനും ഞാൻ കേട്ടു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാധിക ചോദിക്കുകയാണ്, എന്തിനാ ഇവളുമാർ ഇത്രയധികം തുള്ളിച്ചാടുന്നത്, എന്താ ഇതിനു വേണ്ടി ഇവിടെ നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കാഞ്ചന പറയണ, എനിക്കൊന്നും തെറിയില്ലേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ ഗീതു മുറിയിലേക്ക് ചെല്ലുകയാണ്. ഗീതു മുറിയിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിട്ട് നമ്മുടെ ഗീതു ഓടി വന്നിട്ട് നമ്മുടെ രേഖയെ ഇങ്ങനെ ഹഗ് ചെയ്ത് ഇങ്ങനെ വട്ടം പിടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രേഖയും ഗീതും കൂടി തമ്മിൽ പിടിവലി നടക്കുകയാണ്. അങ്ങനെ നുള്ളി പിതുക്കുകയാണ് നമ്മുടെ രേഖയെ ഗീതു. അപ്പോൾ ഗീതുവിനോട് രേഖ പറയണേ, എന്തിനാടി പെണ്ണെ നീ എന്നെ ഇങ്ങനെ നുള്ളി പറിക്കുന്നത്, നീ എന്നെ ഇങ്ങനെ നുള്ളി പറിക്കല്ലേ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഗോവിന്ദേട്ടനോട് ഞാനെല്ലാം പറഞ്ഞതല്ലേ ഉള്ളൂ, അതിനാകുമ്പോൾ നിനക്ക് ഇത്രയും സന്തോഷമോ, പിന്നെ നിനക്ക് ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ ഇത് നീ എന്നോട് കാണിക്കണ്ട, നീ നേരെ ചെന്ന് ഗോവിന്ദേട്ടനോട് പറയുക എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീത പറയണേ, ഇല്ല, എന്തായാലും എനിക്ക് മനസ്സിലായി, കണ്ണേട്ടന് എന്നോട് ഇഷ്ടമുണ്ട്, പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് പറയുന്നില്ല, എന്തായാലും ഞാൻ ഇനി ഇത്തിരി ജാടയൊക്കെ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ്, കണ്ണേട്ടൻ ഇങ്ങോട്ട് വന്ന് പറയട്ടെ, എന്തായാലും കണ്ണേട്ടൻ റിജക്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി, അതുകൊണ്ട് ഇനി ഇത്തിരി ജാടയൊക്കെ ആവാം എന്നിങ്ങനെ പറയണം. അപ്പോൾ രേഖ പറയണ, കൊള്ളാലോടി പെണ്ണെ, ഞാനെല്ലാം പറഞ്ഞ് സെറ്റാക്കി തന്നപ്പോൾ നീ ഇത്രയ്ക്ക് ജാട കാണിക്കുന്നോ, ഇതൊട്ടും ശരിയല്ല ഗീതു എന്ന് പറയണ. അപ്പോൾ ഗീതു പറയണേ, എൻ്റെ രേഖേച്ചി ഇത് എല്ലാം സെറ്റാക്കി തന്നേന് രേഖേച്ചിക്ക് എൻ്റെ വക ഒരു ചക്കരയുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഈ രേഖേച്ചിയുടെ ഈ എന്താ പറയുന്നത്, ഈ തക്കാളി കവളിലൊരു ഉമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ രേഖ തിരിച്ച് പറയുകയാണ്, നിൻ്റെ ഈ ആപ്പിൾ കവളിൽ എന്നാൽ ഞാനും ഒരു ഉമ്മ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് രേഖ നമ്മുടെ ഗീതുവിനൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, രേഖേച്ചി എന്തായാലും ഇത്ര പെട്ടെന്ന് എല്ലാം പറഞ്ഞ് സെറ്റാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല രേഖേച്ചി ആൾ വിചാരിച്ച കണക്കൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേഖ പറയണേ, എനിക്ക് എന്തെല്ലാം കാര്യത്തിൽ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഞാനിവിടെ നിലനിൽക്കുന്നത് തന്നെ നിൻ്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഗീതു, നീ എനിക്ക് എൻ്റെ അനിയത്തി മാത്രമല്ല, നീ എൻ്റെ കൂട്ടുകാരിയും എല്ലാമാണ്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എന്നിങ്ങനെ രേഖ പറയുകയാണ്. അതിനുശേഷം രേഖ പറയണേ, എൻ്റെ മോളെ, നീ എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയും എന്നെ പിച്ചയും മാന്തയും ചെയ്യാതെ നീ നേരെ മുറിയിലേക്ക് ചെല്ല്, എന്നിട്ട് ഗോവിന്ദനോട് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണം, അയ്യടാ അതിനിച്ചിരി പുളിക്കും, ഞാനായിട്ടൊന്നും പറയില്ല, പിന്നെ കണ്ണേട്ടനായിട്ട് വന്ന് പറയട്ടെ, കണ്ണേട്ടൻ വന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇച്ചിരി വെയിറ്റ് ഒക്കെ ഇട്ടിരിക്കും, പിന്നെ എനിക്കിപ്പോൾ കണ്ണേട്ടൻ വന്ന് പറഞ്ഞ ഉടനെ അങ്ങ് അലിഞ്ഞു വീഴേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ മനസ്സിൽ ഇഷ്ടമാണെന്ന് എനിക്കറിയാമല്ലോ, കാരണം എനിക്ക് നന്നായിട്ടറിയാം കണ്ണേട്ടൻ എന്നെപ്പോലെ സുന്ദരിയും സ്വഭാവിയും ചുറുചുറുക്കമുള്ള ഒരു പെൺകുട്ടിയെ ഇനി കണ്ണേട്ടന് കിട്ടാനൊന്നും പോകുന്നില്ല. ഇതേ ഗീതു, ബാക്കിയെല്ലാം ഓക്കെയാണ്, നിൻ്റെ ഈ ഇങ്ങനെയുള്ള ഈ ഓവർ ചിന്താഗതി ഉണ്ടല്ലോ, ഇതാണ് ആകെ പ്രശ്നം, ഇത് മാറ്റിയാൽ എല്ലാം റെഡിയായി, നീ ആദ്യം മുറിയിലേക്ക് ചെല്ല് എന്നിങ്ങനെ രേഖ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു മുറിയിലേക്ക് ചെല്ലുകയാണ്. മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത്
ഗോവിന്ദ് വാഷ്റൂമിൽ നിൽക്കുകയാണ്, കുളിക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീതു ചെന്നിട്ട് അലമാരി തുറന്നിട്ട് ഗോവിന്ദിൻ്റെ ഡ്രസ്സ് എടുക്കുകയാണ്. ഗീതു ഭയങ്കര ലജ്ജയാണ്, ഗീതുവിന് ഇതുവരെ ഇല്ലാത്തൊരു ലജ്ജയാണ്. അങ്ങനെ ഗീതു ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരിടത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അതിനുശേഷം ഗീതു പറയണം, കുളിച്ചിട്ടിടാനുള്ള ഡ്രസ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഗീതു നേരെ പോയി ബെഡിൽ പോയിരിക്കുകയാണ്. പുള്ളിക്കാരത്തി ഇങ്ങനെ ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരത്തി പറയുകയാണ്, ഓഹ് കണ്ണേട്ടൻ എന്തായാലും ഇപ്പോൾ കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ഫ്രഷായിട്ട് മനസ്സ് തുറക്കാമെന്ന് പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. എന്തായാലും ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുക തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഗോവിന്ദ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറുകയാണ്. അപ്പോൾ ഗീതു പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, ഓഹ് ഇപ്പം വരുമായിരിക്കും, ഇപ്പം വന്നിട്ട് മനസ്സിലുള്ളത് എന്നോട് തുറന്നു പറയുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടും ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരാതിരിക്കുമ്പോഴത്തേക്ക് ഗീതു അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, കണ്ണേട്ടൻ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, എന്താ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, എനിക്ക് നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട്. എന്നെ ഇന്നലെ നീ എന്തുമാത്രം വിഷമിപ്പിച്ചു എന്ന് നിനക്കറിയാമോ ഗീതു? ഞാനെന്ത് വിഷമിപ്പിക്കാനാ? ഇന്നലെ നീ എന്തൊക്കെ പറഞ്ഞു? അയ്യപ്പേട്ടൻ പച്ചമാങ്ങ കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ അനാവശ്യങ്ങൾ ഞാൻ അയ്യപ്പേട്ടനോട് പറഞ്ഞു കൊടുത്തെന്നുള്ള രീതിയിലല്ലേ നീ സംസാരിച്ചത്? അതെനിക്ക് നല്ല വിഷമമായി എന്നിങ്ങനെ പറയണ. അപ്പോൾ ഗീതു പറയണ, അത് ഞാൻ അപ്പോഴത്തെ ആ ഒരു ഇതിൽ ഞാനങ്ങ് പറഞ്ഞു പോയതല്ലേ കണ്ണേട്ടാ. കണ്ണേട്ടന് വിഷമമാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്നാൽ കണ്ണേട്ടനോട് ഞാൻ സോറി പറയണം. നീ സോറി ഒന്നും പറയണ്ട, പക്ഷേ നീ രാവിലെ ചായ എങ്കിലും എനിക്ക് കൊണ്ടുതരുന്നാണ് വിചാരിച്ചത്. എന്നിട്ട് നീ എനിക്ക് ചായ കൊണ്ടു തന്നില്ലല്ലോ. പകരം നീ അത് രേഖയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. രേഖ എന്നോട് ചിലത് പറയുകയും ചെയ്തു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഗീതുവിന് നാണം വരികയാണ്. ഗീതു നേരെ തിരിഞ്ഞങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് ഗീതു പറയാണ്, കണ്ണേട്ടന് എന്നോട് എന്താ പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, എനിക്ക് പറയാനുള്ളത് ഞാൻ ചിലതൊക്കെ രേഖയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് നിനക്കറിഞ്ഞൂടെ? നീ എന്താ പെണ്ണെ ഇത്രയും നാൾ നിൻ്റെ മനസ്സിലുള്ളത് എന്നോട് പറയാതിരുന്നത്? അത് കണ്ണേട്ടന് ഇഷ്ടമാവില്ല എന്ന് കരുതി. കണ്ണേട്ടനോട് പിന്നെ എങ്ങനെയാ മനസ്സിലുള്ള കാര്യം തുറന്നു പറയുക? കണ്ണേട്ടൻ ഈ ലോകത്തില്ലാത്ത പ്രതിജ്ഞ മുഴുവനും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാ പറയുക? ഒരു ലോഡ് പ്രതിജ്ഞയല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ഗീതു പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചിരിക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയുന്നത്, എന്തായാലും നിന്നെ പോലൊരു നല്ലൊരു പെൺകുട്ടിയെ എനിക്ക് ജീവിതത്തിൽ ഭാര്യയായിട്ട് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നാണ് കരുതുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഗീതു ആണെങ്കിൽ ഇതൊക്കെ കേട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, ഗീതു ആണെങ്കിൽ ആകെ ഇങ്ങനെ നിലത്തല്ല കാല് എന്നുള്ള രീതിയിൽ ഭയങ്കര പുകഴ്ത്തി ഗീതു ആകെ പൊങ്ങച്ചത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗീതു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഗോവിന്ദിനെ കാണാനില്ല. ഗീതു ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് ഗീതുവിന് മനസ്സിലാവുന്നത് ഇത് ഗീതുവിന് വെറുതെ തോന്നിയതാണെന്ന് ഗീതുവിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഗീതു പറയണ, എൻ്റെ ഒരു കാര്യം, ഈ ഓവർ സന്തോഷം വന്നാൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പോലും അറിയാതെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടും എന്ന് പറഞ്ഞിട്ട് ഗീതു നേരെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ രാധികാമ്മ താഴെയുണ്ട്. അപ്പോൾ ഗോവിന്ദ് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്നിട്ട് രാധികാമ്മയോട് പറയുകയാണ്, അമ്മേ അപ്പോൾ രാധികാമ്മ ചോദിക്കണേ, എന്താ കണ്ണാ നീ ഇത് എങ്ങോട്ട് പോവുക? അത് അമ്മേ എനിക്കൊരു സ്ഥലം പോലെ എനിക്ക് പോകണം, അതിനു മുമ്പായിട്ട് എനിക്ക് അമ്മയോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നിങ്ങനെ പറയണേ. കാഞ്ചനയും ഉണ്ട് അപ്പോൾ ആ സമയത്തിന്. അപ്പോൾ ഗീതുവും നമ്മുടെ രേഖയും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ രേഖ ചോദിക്കുകയാണ്, ഗോവിന്ദേട്ടൻ എന്നാൽ ഇത്ര രാവിലെ എങ്ങോട്ട് പോവുകയാണ്? എന്തായാലും AGM-ലേക്കല്ല. അപ്പോൾ ഗോവിന്ദ് പറയണം, ഞാനൊരു സ്ഥലത്ത് പോവുകയാണ് രേഖ എന്നോട് രാവിലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എല്ലാം രേഖയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കും എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ്. രേഖ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ എല്ലാം നടക്കും എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ രേഖയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. രേഖ നേരെ ഗീതുവിനെ നോക്കുകയാണ്. ഗീതുവും ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഗോവിന്ദ് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാധിക രേഖയോട് ചോദിക്കണേ, എന്താ രേഖയെ കണ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിനക്കെന്താ എന്നോട് പറഞ്ഞൂടെ? നീ എന്തിനാ കണ്ണനോട് പറയുന്നത്? നീ എന്താ കണ്ണനോട് പറഞ്ഞതെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേഖ പറയുമെന്ന് തോന്നുകയാണ് നമ്മുടെ ഗീതുവിന്. അപ്പോൾ തന്നെ ഗീതു ചെന്നിട്ട് രേഖയുടെ സംസാരം ബ്ലോക്ക് ചെയ്യുകയാണ്. നമ്മുടെ ഗീതു പറയണം, രേഖേച്ചി, കണ്ണേട്ടൻ ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്, കണ്ണേട്ടൻ വന്നിട്ട് കുടുംബത്തിലുള്ള എല്ലാവരെയും കൂടി നിർത്തിക്കൊണ്ട് കണ്ണേട്ടൻ സംസാരിക്കുന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതാണ് അതിൻ്റെ ശരി. ഇതിൻ്റെ ഇടയ്ക്ക് രേഖേച്ചി സംസാരിക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രാധികാമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രേഖയോട് ഗീതു രേഖയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അവർ രണ്ടുപേരും മാറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് കാഞ്ചനയോട് നമ്മുടെ രാധികാമ്മ പറയാണ്, എന്നാലും കണ്ണൻ എന്തായിരിക്കും എല്ലാവരെയും സാക്ഷ്യപ്പെടുത്തി കുടുംബത്തിലുള്ള എല്ലാവരെയും കൂടി ചേർത്ത് നിർത്തി സംസാരിക്കുന്ന ഉദ്ദേശിച്ചത്? എന്താവും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാഞ്ചന പറയണം, അതെന്താണെന്ന് അറിയാമോ മാമി? അത് മറ്റൊന്നുമല്ലേ,
ഇപ്പോൾ ഗോവിന്ദ മാമ പുറത്തേക്ക് പോയത് എവിടെയാണെന്ന് അറിയാമോ? ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോഴേ അയ്യപ്പണ്ണനോട് പറയുന്നത് ഞാൻ കേട്ടതാണ്. ക്ഷേത്രത്തിലേക്കാണ് അവർ രണ്ടുപേരും കൂടി പോയിരിക്കുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ ഗീതു അത് കേൾക്കുകയാണ്. അപ്പോൾ ഗീതു നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ രേഖയും അത് കേൾക്കുകയാണ്. അപ്പോൾ ഗീതു രേഖയോട് പറയുകയാണ്, അയ്യോ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നെങ്കിൽ കണ്ണേണ്ണ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ, ഞാനും കൂടെ ചെല്ലില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേഖ പറയണേ, നീ ഇപ്പം എന്തിനാ കൂടെ പോകുന്നത്? നിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനല്ലേ ഗീതു പോയിരിക്കുന്നത്, പിന്നെ നിനക്കെന്താ പ്രശ്നം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാഞ്ചനയോട് നമ്മുടെ രാധികാമ്മ ചോദിക്കുകയാണ്, എന്നാലും ഗോവിന്ദ് ഇവിടെ പറയാതെ പോയത് എവിടെ പോയതായിരിക്കും? രേഖയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനാണെന്നാണ് പറഞ്ഞത്, എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ കാഞ്ചന പറയുകയാണ്, രാധിക മാമി എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ? പറ കാഞ്ചന, നീ പറ. അതെ രാധിക മാമി, ഗോവിന്ദ മാമൻ റെഞ്ചു പാപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത്. റെഞ്ചു പാപ്പ എന്ന് പറയുന്നത് ഗോവിന്ദ മാമനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയല്ലേ, അവരെ ഈ അറക്കിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും എല്ലാവരെയും, കുടുംബത്തിലുള്ള എല്ലാവരെയും നിർത്തിയിട്ട് മാമൻ സംസാരിക്കാമെന്ന് പറയുന്നത്. അതിന് മൂത്ത പൊണ്ടാട്ടിയായ ഗീതുപാപ്പയുടെ സമ്മതം വേണ്ടേ, അതിനായിരിക്കും കോവിലിൽ പോയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. രാധികയ്ക്ക് ദേഷ്യം വരാണ്. രാധിക പറയണ, കാഞ്ചനെ പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന്, അങ്ങനെയുള്ള വർത്തമാനങ്ങൾ നിൻ്റെ വായിന്ന് വീഴരുത്. ഞാൻ പൊയ്ക്കോളാം മാമി, പക്ഷേ ഞാൻ പറഞ്ഞത് സത്യം താനേ എന്നിങ്ങനെ പറയുകയാണ് കാഞ്ചന. അതിനുശേഷം കാഞ്ചന അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രാധികാമ്മയ്ക്ക് ആകെ പ്രാന്ത് പിടിക്കുകയാണ്. അങ്ങനെ രാധികാമ്മ നേരെ നമ്മുടെ വരുണിനെ ഫോൺ വിളിക്കുകയാണ്. വരുണിനെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് രാധികാമ്മ പറയണ, വരുൺ രാവിലെ ഇതുപോലെ ഗോവിന്ദ് ഇവിടുന്ന് പോയിട്ടുണ്ട്, രഞ്ജുവിനെയും പാട്ടുകാരി പിന്നെ നമ്മുടെ വിജയലക്ഷ്മിയെ കൂടി ഇവിടെ കൊണ്ടുവന്ന് അറയ്ക്കൽ കുടിയിരുത്തുന്നതിനെ പറ്റി ആയിരിക്കണം, എല്ലാവരോടും കുടുംബത്തിലുള്ള എല്ലാവരെയും കൂടി നിർത്തിയിട്ട് സംസാരിക്കണം എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഗോവിന്ദ്. മിക്കവാറും അവരെ രണ്ടുപേരെയും നമ്മുടെ അറയ്ക്കലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി സംസാരിക്കാനായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ ഉണ്ടാവണം, കുടുംബത്തിലുള്ള എല്ലാവരെയും മുൻനിർത്തി സംസാരിക്കണം എന്നാണ് ഗോവിന്ദ് പറഞ്ഞത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുന്ന നമ്മുടെ വരുൺ പറയണേ, ഇല്ല അമ്മ, ഞാൻ ഇനി വരുന്ന പ്രശ്നമില്ല, കാരണം ഇതിനു മുമ്പും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അമ്മ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തും, പക്ഷേ അതിനുശേഷം അമ്മ മുന്നിൽ നിന്നിട്ട് എന്നെ പിന്നിൽ നിർത്തിയിട്ട് അവസാനം എല്ലാ തെറ്റുകളും എൻ്റെ തലയിലോട്ട് ഇട്ട് തന്നിട്ട് അമ്മ രക്ഷപ്പെടുന്ന ഒരു പതിവുണ്ട്, അതിവിടെ നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയണ, വരുൺ നീ ഏതെങ്കിലും ഹോട്ടലിൽ എവിടെയെങ്കിലും പോയി മുറിയെടുത്ത് താമസിക്കേണ്ടവനല്ല, നീ ഇവിടെ വരണം, നീ ഇവിടെ ഉണ്ടാവണം എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ വരുൺ കൂട്ടാക്കുന്നില്ല. വരുൺ തീർത്ത് പറയുകയാണ്, ഇല്ല ഞാൻ വരില്ല എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ രാധികാമ്മ പറയണം, വരുൺ നീ വന്നിരിക്കണം എന്ന് തന്നെ നമ്മുടെ രാധികാമ്മ പറയണം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. അതുമാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. ഇനി എന്താ, മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.